നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പരപ്പച്ചാലിൽ വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ ഇറക്കിവിട്ട് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു. ബാങ്ക് നടപടിയുണ്ടായത് വീട്ടുകാർ വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയം. SKSSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ ധർണ നടത്തി. PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ സീ ലിഫ്റ്റ് പദ്ധതിയുടെ വിജയപ്രഖ്യാപനം നടന്നു. മീൻ മോഷ്ടിച്ചുവെന്നാരോപിച്ച് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത് ഉടുപ്പി മൽപ്പെ തുറമുഖത്ത്. ലഹരിവിരുദ്ധ പ്രചാരണവുമായി കാഞ്ഞങ്ങാട്ടെ 9ാം ക്ലാസ്സുകാരനും സുഹൃത്തുക്കളും. ഹ്രസ്വചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. 2025-26 വർഷത്തെ പനത്തടി പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പരപ്പച്ചാലിൽ വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ ഇറക്കിവിട്ട് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു. 6 ലക്ഷം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ബാങ്കിന്റെ നടപടി. വീട്ടുകാർ വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് ബാങ്ക് അധികൃതരെത്തി വീട് പൂട്ടി സീൽ ചെയ്തത്. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി കുടുംബം വീടിന്റെ വരാന്തയിലാണ് കിടന്നുറങ്ങിയത്. കാസർഗോഡ് നീലേശ്വരം പരപ്പച്ചാലിലെ ജാനകി, മകൻ വിജേഷ്, ഭാര്യ വിപിന ഇവരുടെ 7ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളെയും ഇറക്കിവിട്ടാണ് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തത്. 6.5 ലക്ഷം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ബാങ്കിന്റെ നടപടി. വീട്ടുകാർ വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് ബാങ്ക് അധികൃതരെത്തി വീട് പൂട്ടി സീൽ ചെയ്തത്. ഇതേ തുടർന്ന് കുടുംബത്തിന് ഇന്നലെ രാത്രി വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയുണ്ടായി. 2 ലക്ഷം രൂപ 2010-ലാണ് കുടുംബം കാർഷികാവശ്യത്തിനായി വായ്പയെടുത്തത്. തെങ്ങിൽ നിന്ന് വീണ് വിജേഷിന് ഗുരുതരമായി പരിക്കേറ്റതും ജാനകി അസുഖബാധിതയായതുമാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങുവാൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. അമ്മയ്ക്ക് കണ്ണിന് ഓപ്പറേഷനും സംബന്ധമായ കാര്യങ്ങൾക്കാണ് പോയത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഈ യാത്രയൊക്കെ ചെയ്ത് ശ്വാസമുട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്വാസമുട്ട് കൂടുതലുള്ള സമയത്ത് ഓക്സിജൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ അതിനും പറ്റിയില്ല. ഈ ഓക്സിജൻ സിലിണ്ടറുകളിൽ പറിച്ച് കളഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ്. കാരണം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ തെങ്ങിൻ്റെ മേലിൽ നിന്ന് വീണിട്ട് ഫുള്ള് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോണ് തിരിച്ചടവൊക്കെ മുടങ്ങി. നമുക്ക് പിന്നെ കേരള ബാങ്ക്, അതായത് കേരള ബാങ്കിലേക്ക് കടാശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുടിശ്ശിക മാത്രം, അതായത് 2 ലക്ഷം മാത്രം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോരാ 3 ലക്ഷം തന്നെ നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ വന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത് 25-ാം തീയതിക്കുള്ളിൽ തന്നെ അടച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 25-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് ഇത് അടച്ചു തീർക്കാൻ പറ്റുന്ന സാഹചര്യമല്ല സാറേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം തരണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടതാണ്. അതിന് പോലും അവർ നിന്നില്ല. അപ്പോൾ അവിടുത്തെ കമ്മീഷനാണ് എൻ്റെ നടപടി ഞാൻ എടുത്തിരിക്കും, പിന്നെ അത് ഇനി നിങ്ങൾക്ക് കാലാവധി തരാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ സംസാരിച്ചത്. പക്ഷെ നമ്മൾ ഇന്നലെ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയും മാനസികാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. കട്ടിലുകളും വീട്ടിലെ മറ്റ് സാധനങ്ങളും വീടിന്റെ വരാന്തയിലിട്ടാണ് വീട് ബാങ്ക് അധികൃതർ പൂട്ടിപ്പോയത്. മറ്റ് വഴികളൊന്നുമില്ലെന്നും വീട്ടിൽ കയറി കിടന്നുറങ്ങുവാൻ അനുവദിക്കണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ജപ്തി എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SKSSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ധർണ നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ഉപേക്ഷിക്കുക, രാജ്യത്തിൻ്റെ ബഹുസ്വരത തകർക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കരുത്, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SKSSF സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണയിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണയിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാതെ മുമ്പോട്ട് പോയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ
11 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും BJPയും ഇപ്പോൾ രാജ്യത്ത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി നിയമം ഇന്നിപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. രാജ്യത്തെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി മാറി. അതൊരിക്കലും ഇന്ത്യ രാജ്യത്ത് നമുക്ക് അനുവദിക്കാൻ സാധിക്കുകയില്ല. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുബൈർ ദാരിമി പടന്ന അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദിര സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി പടന്ന മുഖ്യ പ്രഭാഷണം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹിമാൻ ധന്യവാദ്, ഇന്ത്യൻ നാഷണൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം, സുഹൈർ അസ്ഹരി പള്ളങ്കോട്, ഫാറൂഖ് ദാരിമി കൊല്ലമ്പാടി, സിദ്ദിഖ് വെളിഞ്ചം എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. സമസ്ത മുഷാവറ അംഗം ബഷീർ ദാരിമി തളങ്കര പ്രാർത്ഥന നടത്തി. മുൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ദാരിമി ബെദിര, സയ്യിദ് യാസർ തങ്ങൾ ജമലുലൈലി, യൂനുസ് ഫൈസി കാക്കടവ്, കബീർ ഫൈസി പെരിങ്കടി, അബ്ദുറസാഖ് അസ്ഹരി മഞ്ചേശ്വരം, ഇബ്രാഹിം അസ്ഹരി പള്ളങ്കോട്, ജമാൽ ദാരിമി ആലമ്പാടി, റാഷിദ് ഫൈസി ആമത്തല തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ ലിഫ്റ്റ് പദ്ധതിയുടെ വിജയപ്രഖ്യാപനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ വിജയപ്രഖ്യാപനം നടത്തി. പരിപാടിയിൽ കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പ്രൈമറി വിദ്യാലയങ്ങളിൽ നല്ല വായന പരിപോഷിപ്പിക്കാൻ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ലിഫ്റ്റ് ക്രിയേറ്റീവ് ലിറ്ററസി ഇനീഷ്യേറ്റീവ് ഫോർ ഫോസ്റ്ററിംഗ് ടാലന്റ് പരിപാടിയുടെ വിജയപ്രഖ്യാപനം നടന്നു. എഴുത്തിലും വായനയിലുമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും നല്ല വായനയിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാനും ഗ്രാമപഞ്ചായത്തിലെ 15 പ്രൈമറി വിദ്യാലയങ്ങളിലെ 905 കുട്ടികൾക്കായി നടത്തിയ ഗ്രാമപഞ്ചായത്തിന്റെ തനത് പദ്ധതിയാണ് ലിഫ്റ്റ്. അധ്യാപകർക്ക് ശില്പശാലയിലൂടെ പരിശീലനവും കൈപ്പുസ്തകവും PECയുടെ നേതൃത്വത്തിൽ പിന്തുണാ പ്രവർത്തനവും നൽകി. വിദ്യാലയങ്ങളിൽ നടന്ന വിജയപ്രഖ്യാപനത്തിന് ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ വായനാശേഷി നേടിയെന്ന പ്രഖ്യാപനം നടത്തുന്നത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ വിജയപ്രഖ്യാപനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ലിഫ്റ്റിലൂടെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ മാത്രം ആക്കി ഒതുക്കാതെ വരും വർഷങ്ങളിൽ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റനവധി ഇടപെടലുകൾ നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാനുള്ള ഒരു ആസൂത്രണം ഭരണസമിതി ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് അധ്യാപകർക്കപ്പുറം രക്ഷകർത്താക്കളുടെ അകമഴിഞ്ഞ സഹായ സഹകരണമാണ് വേണ്ടത്. കാരണം ഇന്നിപ്പോൾ മാർച്ചിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ വരുന്ന വേനലവധിയിൽ 2 മാസം പുസ്തകം തൊടാതെ നിന്നാൽ ഇതൊക്കെ പാടെ മറക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും അധ്യാപക സുഹൃത്തുക്കളും PTA ഇടപെടൽ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകം ഫോളോ അപ്പ് ഈ 2 മാസം ചെയ്യാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൾ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ കൈപ്പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ല 13-14 സ്ഥാനത്തായിരുന്നു ഇത്തരം അവലോകന യോഗങ്ങളിൽ, കലയായാലും കായികമായാലും വിദ്യാഭ്യാസപരമായിട്ടും. ഇപ്പോൾ നമ്മുടെ ജില്ല 7നും 10ാം സ്ഥാനത്തിനും ഇടയിലേക്ക് നമ്മുടെ ജില്ലയുടെ ഗ്രാഫ് സംസ്ഥാന തലത്തിൽ ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും ചുക്കാൻ പിടിക്കുന്നത് ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ പ്രഥമ അധ്യാപകർ അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ അതിനുള്ള കൃതജ്ഞത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ് പഠിതാക്കളുടെ വർക്ക് ബുക്കിന്റെ പ്രകാശനം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ അബൂബക്കർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ, ഡയറ്റ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ്, മെമ്പർമാരായ ചന്ദ്രശേഖരൻ കുളങ്ങര, അബ്ദുൽ കലാം സഹദുള്ള, അഹമ്മദ് കല്ലട്ര, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PEC സെക്രട്ടറി പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ ഗംഗാധരൻ സ്വാഗതവും BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ K സുധീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മീൻ മോഷ്ടിച്ചുവെന്നാരോപിച്ച് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഉടുപ്പി മൽപ്പി തുറമുഖത്താണ് സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. സംഭവത്തിൽ പോലീസ് യുവതി ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. വിഷയത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൽപ്പി സ്വദേശികളായ ലക്ഷ്മിഭായ്, സുന്ദർ, ശില്പ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. വിജയപുര സ്വദേശിനിയായ സ്ത്രീയാണ് അതിക്രമത്തിന് ഇരയായത്. 5 വർഷമായി മൽപ്പി തുറമുഖത്ത് മത്സ്യവ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. മീനുമായി എത്തിയ ശ്രീ ആരാധന എന്ന പേരുള്ള ബോട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള ക്യാറ്റ് ഫിഷ് മോഷ്ടിച്ച് വിറ്റുവെന്നാണ് ഇവർക്കെതിരെ ഉയർന്ന ആരോപണം. തുടർന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള സംഘം സ്ത്രീയെ പിടികൂടി മരത്തിൽ കെട്ടിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതേസമയം മീൻ മോഷ്ടിച്ചുവെന്ന പരാതിയിൽ അതിക്രമത്തിനിരയായ സ്ത്രീക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷകശ്രീ മിൽക്ക് ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ വിപുലമായ രീതിയിൽ എതിർത്തോട് ജുമാ മസ്ജിദ് പരിസരത്ത് നടക്കും. വിവിധ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷകശ്രീ മിൽക്ക് സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും 23-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ വിപുലമായ രീതിയിൽ എതിർത്തോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് നടക്കും. നോമ്പുതുറയിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഫാദർ ജോർജ് വർഗീസ്, കാസർഗോഡ് അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ, തളങ്കര വലിയ ജമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ മജീദ് പാക്കവി, സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. മാനവ സൗഹൃദത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാനവ സൗഹൃദ ഐക്യത്തിൻ്റെ പ്രതീകമായി കർഷകശ്രീ മിൽക്ക് നടത്തുന്ന ഇഫ്താർ സംഗമം ഈ വരുന്ന 23-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ എതിർത്തോട് മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തുന്നതാണ്. പ്രസ്തുത പരിപാടിയിൽ കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA, ബ്ലോക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മതനേതാക്കളായ ഫാദർ ജോർജ് വർഗീസ്, അതുപോലെ തന്നെ ചിന്മയ മിഷൻ സ്വാമിജി, അതുപോലെ തന്നെ തളങ്കര വലിയ ജമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ മജീദ് വാക്കഫി അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നു. ഏകദേശം 2000-ഓളം ആൾക്കാരുടെ ഇഫ്താർ മീറ്റാണ് സംഘടിപ്പിക്കുന്നുള്ളത്. കർഷകശ്രീ മിൽക്ക് ഡയറക്ടർ E അബ്ദുല്ല കുഞ്ഞി, ഇബ്രാഹിം മഷൂദ്, മൂസ E എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരി വിരുദ്ധ പ്രചാരണത്തിൽ വ്യത്യസ്ത മാതൃക തീർത്ത് 9ാം ക്ലാസ്സുകാരനും സുഹൃത്തുക്കളും ചേർന്നൊരുക്കിയ ഹ്രസ്വചിത്രം. കാഞ്ഞങ്ങാട് സ്വദേശി ദേവാശിഷും കൂട്ടരും ഒരുക്കിയ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. നിങ്ങൾക്ക് ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനില്ല 6 മണിക്ക് മുന്നേ വീട്ടിലെത്തണം. ഞാൻ എവിടാണോ നിങ്ങൾക്കറിയാം. എനിക്കൊരു 5000 രൂപ വേണം, ഇപ്പൊ തരണം. 5000 രൂപ ഞാനിപ്പോ അടുത്ത് ഉണ്ടാക്കി തരേണ്ടത്. തരാൻ കഴിയാന്ന് പറഞ്ഞാൽ തരാൻ കഴിയാ. കുറച്ചു സമയം കഴിഞ്ഞാൽ ബഹുമാനം മര്യാദക്ക് തന്നോ, വേഗം തന്നോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി 9ാം ക്ലാസ്സുകാരനും സുഹൃത്തുക്കളും ചേർന്ന് ലഹരിക്കെതിരെ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം. കാഞ്ഞങ്ങാട് കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ദേവാശിഷും സുഹൃത്തുക്കളും ചേർന്ന് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. പരീക്ഷയുടെ ഇടവേളകളിൽ സമയം ചെലവഴിക്കാനായി മൊബൈൽ ഫോണിൽ പകർത്തിയ ലഹരിക്കെതിരെയുള്ള ഹ്രസ്വചിത്രത്തെയാണ് ഇവർ ലഹരിക്കെതിരെ പ്രചാരണത്തിനായി ഉപയോഗിച്ചത്. സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചത് ദേവാശിഷ് തന്നെയാണ്. ഞാനിപ്പോ വരാം. റോഡിന്റെ താഴെയുണ്ട് നമ്മ കള്ളടിക്കുന്ന സ്ഥലത്ത്. കാശ് കൂടെ പറഞ്ഞത്രയുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ മധുസൂദനൻ, സഹോദരൻ ധ്യാൻവിക്,
കൂട്ടുകാരായ അദ്രിനാഥ്, ഡിയോൺ എന്നിവരാണ് കൂടെ അഭിനയിച്ചത്. തകർപ്പൻ അഭിനയവും ഡയലോഗും കൊണ്ട് ഹ്രസ്വചിത്രം ശ്രദ്ധേയമാവുകയാണ്. മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാറിന്റെ മകനാണ് ദേവാശിഷ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് 2 യുവാക്കൾ മരണപ്പെട്ടു. ഇപ്പോഴത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ലഹരി. നമുക്കെല്ലാം ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ ജാതിക്കതീതമായ സാമൂഹ്യബോധമുണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഉദിനൂർ EMS പഠന കേന്ദ്രം നടത്തിയ EMS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനത്തിനായി ആശയപരവും സംഘടനാപരവുമായ നേതൃത്വം കൊടുത്തത് EMS എന്ന അതികായനായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. കേരളത്തെ മികച്ച നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിലും അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടുന്നതിലും EMS നയിച്ച പോരാട്ടങ്ങൾ എക്കാലവും സ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള സാമൂഹ്യ ബോധമാണ് സൃഷ്ടിച്ചതെങ്കിൽ അതിനെ കുറെ കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ട് വർഗപ്രസ്ഥാനങ്ങൾ, ജാതിക്കും മതത്തിനും അതീതമായിട്ട് തൊഴിലാളിയാണെങ്കിൽ അവർക്കൊരു സംഘടന, വർഗ സംഘടന, കൃഷിക്കാർ, വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലും പെട്ട കൃഷിക്കാരുടെ വർഗ സംഘടന, അധ്യാപകന്മാരുടെ വർഗ സംഘടന, ഇങ്ങനെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി വർഗരാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെട്ടപ്പോൾ അതിന് ആശയപരവും സംഘടനാപരവുമായിട്ടുള്ള നേതൃത്വത്തിലേക്കാണ് മഹാനായിട്ടുള്ള EMS വന്നത്. EMS പഠന കേന്ദ്രം പ്രസിഡന്റ് C. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C. കുഞ്ഞികൃഷ്ണൻ, M. സുമേഷ്, V. ശിവപ്രസാദ്, സെക്രട്ടറി A. മാധവൻ, ജോയിന്റ് സെക്രട്ടറി P. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. തുടർന്ന് വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദിയുടെ നാടകം അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഗുണഭോക്താക്കൾക്കാണ് വാഹനങ്ങൾ നൽകിയത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ യാത്രയ്ക്കും സ്വന്തം കാര്യങ്ങൾക്കുമായാണ് മുച്ചക്ര വാഹനങ്ങൾ നൽകിയത്. ഓഫീസ് പരിസരത്ത് നടന്ന വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. ഈ വിഭാഗത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജന്മനാൽ തന്നെ ഈ പരിമിതിയിലുള്ള അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അവർക്ക് പുറം ലോകം കാണുന്നതിനും അതോടൊപ്പം അവർക്കൊരു സ്വന്തം കാര്യം നിൽക്കാൻ ഒരു സ്വയം പര്യാപ്തിയുടെ ഭാഗമായിട്ട് ഉപജീവന മാർഗം തേടുന്നതിനും വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് P. K. ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രസന്നകുമാരി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ M. സുമേഷ്, K. അനിൽകുമാർ, V. സുനിത, ബ്ലോക്ക് അംഗങ്ങളായ M. കുഞ്ഞിരാമൻ, TS നജീബ്, ശിശുവികസന ഓഫീസർ K. ബിജിമോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കടമ്പാർ ജുമാ മസ്ജിദിൽ ഇഫ്താർ സംഗമവും വിരുന്നും നടന്നു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പ്രസിഡന്റും വെൽഫെയർ കമ്മിറ്റി ചെയർമാനുമായ ഉസ്മാൻ കടമ്പാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമവും വിരുന്നും ഒരുക്കിയത്. പുണ്യ റമദാനോടനുബന്ധിച്ച് ചരിത്രപ്രസിദ്ധമായ കടമ്പാർ ജുമാ മസ്ജിദിൽ മുസ്ലിം ലീഗ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പ്രസിഡന്റും വെൽഫെയർ കമ്മിറ്റി ചെയർമാനുമായ ഉസ്മാൻ കടമ്പാറിൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും വിരുന്നും നടന്നു. നാട്ടിലെ പ്രമുഖ നേതാക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, മത സംഘടനകൾ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു. സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമായ റംസാനിലെ 18ാം ദിനത്തിലാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ജമാഅത്ത് പള്ളിയായ കടമ്പാർ പള്ളിയുടെ അങ്കണത്ത് വെച്ചാണ് നടക്കുന്നത്. കടമ്പാർ ജമാഅത്ത് വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉസ്മാനാജിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ നോമ്പ് തുറ. നാട്ടിൻ്റെ വിവിധ മേഖലകളിലുള്ള സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലും അതുപോലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ നോമ്പ് തുറ. അദ്ദേഹം 10ാം വാർഡ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ്. ഈ നാട്ടിലെ ജീവകാരുണ്യ മേഖലകളിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഉസ്മാൻ ഹാജി കടമ്പാർ, ഷാഫി ബർവ, ജനപ്രതിനിധികളായ ഹമീദ് ഹൊസങ്കടി, മുഹമ്മദ് സിദ്ദിഖ്, നേതാക്കളായ ഹർഷാദ് വോർക്കാടി, മുസ്തഫ കടമ്പാർ, മൊയ്തു കടമ്പാർ, കരീം ബറക്ക, ഖലീൽ കടമ്പാർ, കടമ്പാർ ജുമാ മസ്ജിദ് സെക്രട്ടറി, ട്രഷറർ എന്നിവരുൾപ്പെടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. ജനങ്ങൾക്കിടയിൽ സൗഹൃദവും അനുകമ്പയും വളർത്തുന്നതിൽ ഇഫ്താർ സംഗമങ്ങൾ പോലെയുള്ള പരിപാടികൾ വഹിക്കുന്ന പങ്ക് വലുതാണ്.
കടമ്പാർ ജുമാ മസ്ജിദിൽ നടന്ന ഇഫ്താർ സംഗമം വളരെയധികം ജനശ്രദ്ധ നേടിയ പരിപാടിയായി മാറി. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉളുവാർ ശംസുലുലമ ഇസ്ലാമിക് സെന്ററിന്റെയും ശാഖ SYS SKSSF കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബായിക്കട്ടയിലെ ശംസുൽ ഉലമ നഗറിലാണ് റമദാൻ പ്രഭാഷണം നടക്കുക. ഞായറാഴ്ച രാവിലെ 8:30 ഉളുവാർ മഖാം സിയാറത്തിനു ശേഷം 9 മണിക്ക് SYS ശാഖാ പ്രസിഡന്റ് KM മുഹമ്മദ് പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന മജ്ലിസുന്നൂറിന് സയ്യിദ് ഹാദി തങ്ങൾ മൊഗ്രാൽ നേതൃത്വം നൽകും. 10 മണിക്ക് ആരംഭിക്കുന്ന മതപ്രഭാഷണ പരിപാടി സയ്യിദ് NPM ഷറഫുദ്ദീൻ തങ്ങൾ കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച നടക്കുന്ന മതപ്രഭാഷണം സയ്യിദ് യഹിയ തങ്ങൾ കുമ്പോൽ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ ചൊവ്വാഴ്ച സയ്യിദ് KS ഷമീം തങ്ങൾ കുമ്പോൽ ഉദ്ഘാടനം ചെയ്യും. ഓരോ ദിവസവും പ്രമുഖർ മതപ്രഭാഷണങ്ങൾ അവതരിപ്പിക്കും. സ്വാഗതം ചെയർമാൻ KB അബൂബക്കർ പതാക ഉയർത്തുന്നതോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് NPM ഷറഫുദ്ദീൻ തങ്ങൾ കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്യും. ആദ്യത്തെ ദിവസം അബ്ദുൾ റസാഖ് അബ്ദുലാരി പത്തനംതിട്ടയാണ് പ്രഭാഷണം നടത്തുന്നത്. സ്വാഗത സംഘം ചെയർമാൻ KB അബൂബക്കർ, കൺവീനർ അബ്ദുല്ല മീരാൻ കുഞ്ഞി ഹാജി, ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് UK ഖാദർ, മജ്ലിസുന്നൂർ ശാഖ അമീർ ഹസൈനാർ, SKSSF ക്ലസ്റ്റർ ഭാരവാഹി മെഹമ്മൂദ് ഉളുവാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനത്തടി താണത്തിങ്കൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളിലായാണ് നടക്കുന്നത്. മാർച്ച് 21 രാവിലെ 10:15 മുതൽ കലവറ നിരക്കലും 11 മണി മുതൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആഘോഷ കമ്മിറ്റി ചെയർമാൻ N. ബാലചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കേരള റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയുടെ ലീഗൽ അഡ്വൈസറും വിരാജ്പേട്ട MLAയുമായ AS പൊന്നണ്ണ വിശിഷ്ടാതിഥിയാവും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ സംബന്ധിക്കും. ബേബി ബാലകൃഷ്ണൻ, M. ലക്ഷ്മി, പ്രസന്ന പ്രസാദ്, TK നാരായണൻ, രാജു കട്ടക്കയം, P. ശ്രീജ, PK ഷാജി, രാജൻ പെരിയ, ഖാദർ മാങ്ങാട്, ഫാദർ ജോസഫ് തറപ്പുത്തൊട്ടിയിൽ, നാരായണൻ കൊളത്തൂർ, ഷിനോജ് ചാക്കോ, M. പത്മകുമാരി, അരുൺ രംഗത്തുമല, PM കുര്യാക്കോസ്, K. കൽപ്പന ജഗദീഷ്, പ്രിയ ഷാജി, P. ദാമോദരൻ, M. രാധാമണി, സുപ്രിയ ശിവദാസ്, K. രാധാകൃഷ്ണ ഗൌഡ, ലത അരവിന്ദൻ, T. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ CK മനോജ് പുലുമല നന്ദിയും പറയും. 22 വൈകുന്നേരം 5 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് കണ്ടനാർക്കേലൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വപ്പിടൽ ചടങ്ങും, രാത്രി 11 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, 11:30 വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 23 രാവിലെ 8 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെയും 10:30 കണ്ടനാർക്കേലൻ തെയ്യത്തിന്റെയും പുറപ്പാട് നടക്കും. 11 മണി മുതൽ അന്നദാനം. വൈകുന്നേരം 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടുപ്പിക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. രാത്രി 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങ്. തുടർന്ന് കൈവീതോടുകൂടി തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനമാവും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ N. ബാലചന്ദ്രൻ നായർ, ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, വൈസ് ചെയർമാൻ VV കുമാരൻ, സാമ്പത്തിക കമ്മിറ്റി ജോയിന്റ് കൺവീനർ മനോജ് വളപ്പിൽ, മധു M, ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത വളപ്പിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. കുറുമ്പാലം EMS കലാകായിക സമിതി EMS അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കുറുമ്പാലം EMS കലാകായിക സമിതി EMS അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PP ഷൈജു അധ്യക്ഷത വഹിച്ചു. TV കരീന്റെ ഫോട്ടോ അനാച്ഛാദനം CPM ലോക്കൽ സെക്രട്ടറി V. നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു. P. ദാമോദരൻ, അനീഷ് കുറുമ്പാലം, K. ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2025-26 വർഷത്തെ പനത്തടി പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ബജറ്റ് അവതരിപ്പിച്ചു.
2025-26 ബഡ്ജറ്റിന്റെ സംക്ഷിപ്ത രൂപം കൃഷി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 4,32,000 രൂപ, മൃഗപരിപാലനം മൃഗസംരക്ഷണം 33,61,000 രൂപ, കുടിവെള്ള വിതരണവും കുടിവെള്ള സംരക്ഷണത്തിന് 34 ലക്ഷം രൂപ, പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് 75,07 ലക്ഷം രൂപ, ശുചിത്വ പരിപാടികൾക്കായി 12,49,000 രൂപ, ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്കായി 95,53,000 രൂപ, വൃദ്ധജനക്ഷേമത്തിനായി 27,28,000 രൂപ, ഭിന്നശേഷി 1,11,000 രൂപ, അംഗൻവാടി മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ശിശുവനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 65,85,000 രൂപ, തൊഴിൽ നൈപുണ്യം വികസനം 1,05,000 രൂപ, ദാരിദ്ര്യ ലഘൂകരണം 9 കോടി രൂപ, വിദ്യാഭ്യാസം 11,99,000 രൂപ, റോഡ് മെയിൻ്റനൻസ് 2,06 ലക്ഷം രൂപ, റോഡിതര ആസ്തി സംരക്ഷണത്തിനായി 3,29 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്തിൻ്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സേവനം മെച്ചപ്പെടുത്തുന്നതിന് 25,41,000 രൂപ തുടങ്ങി ഈ ബജറ്റിൽ വകയിരുത്തി. പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലത അരവിന്ദ്, രാധാകൃഷ്ണ എ, സുപ്രിയ ശിവദാസ്, സജിനി മോൾ, സൗമ്യ മോൾ, പ്രീതി KS, മഞ്ജുഷ N, KK വേണുഗോപാൽ, രഘുനാഥ്, പത്മനാഭൻ കണ്ണോത്ത് എന്നിവർ സംബന്ധിച്ചു. സുബിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പരപ്പച്ചാലിൽ വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ ഇറക്കിവിട്ട് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തു. ബാങ്ക് നടപടിയുണ്ടായത് വീട്ടുകാർ വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയം. SKSSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ ധർണ നടത്തി. PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ സീ ലിഫ്റ്റ് പദ്ധതിയുടെ വിജയപ്രഖ്യാപനം നടന്നു. മീൻ മോഷ്ടിച്ചുവെന്നാരോപിച്ച് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത് ഉടുപ്പി മൽപ്പെ തുറമുഖത്ത്. ലഹരിവിരുദ്ധ പ്രചാരണവുമായി കാഞ്ഞങ്ങാട്ടെ 9ാം ക്ലാസ്സുകാരനും സുഹൃത്തുക്കളും. ഹ്രസ്വചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. 2025-26 വർഷത്തെ പനത്തടി പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ബജറ്റ് അവതരിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.